ഏറെ സങ്കീർണമാക്കുന്ന ചില സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നത്. രണ്ടില വീണ്ടും രണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തി ഉണ്ടാകുന്ന ഒരു മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തൊട്ടുപിന്നിൽ ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിക്കുമിടയിൽ സംഭവിച്ചത് എന്താണ് ഈ അഭിപ്രായ രംഗത്തെ ഭിന്നതകൾക്ക് കാരണം? ഇത് അണികൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ത് എന്ന വലിയ ചോദ്യം കൂടിയുണ്ട്. ജോസ് കെ മാണി ഇപ്പോൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണും. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹാബ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് അത് വിവിധ ജില്ലകളിൽ കൂടി കടന്നു പത്തനംതിട്ട ജില്ല പൂർത്തിയാക്കി, കോട്ടയം ജില്ല പൂർത്തിയാക്കി, ഇടുക്കി ജില്ല എല്ലാ നിയോജക മണ്ഡലത്തിൽ കൂടെ ഒക്കെ പൂർത്തിയാക്കി, എറണാകുളം ജില്ലയിൽ 2 ദിവസം മുമ്പ് എത്തി. ഇന്ന് അതിൻ്റെ സമാപനമാണ്. 4 നിയമസഭാ മണ്ഡലം കൂടിയുണ്ട്, സമാപിക്കുകയാണ്. എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ കൂടെ ഈ മധ്യമേഖലാ ജാഥ ഈ 4 ജില്ലകളിലെ എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ കൂടെ കടന്നുപോയി. ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുകയാണ്. എന്തായാലും അദ്ദേഹം ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം പരാമർശിക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് മടങ്ങി വരാം. ജോസ് കെ മാണി നയിക്കുന്ന ഇടതുമുന്നണിയുടെ മധ്യമേഖലാ ജാഥ അത് സമാപന ഘട്ടത്തിലാണ്, അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളെ അതിൻ്റെ സമാപനമാണ്. എറണാകുളം ജില്ലയിലൂടെ പര്യടനം നടത്തുകയാണ്. എല്ലാ ദിവസവും രാവിലെ മാധ്യമങ്ങളെ കാണുന്ന ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇന്ന് പ്രധാനമായും മറുപടി പറയേണ്ടി വരിക, അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്ന ചോദ്യം സ്വാഭാവികമായും സ്വന്തം പാർട്ടിയിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഈ ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ പോര് പരസ്യമായതോടെ കേരള കോൺഗ്രസിൽ അസാധാരണമായ ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ റോഷിയുടെ നീക്കം ഉണ്ടാകുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാനാണെന്ന ഒരു വാദം ഉന്നയിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. അതേസമയം റോഷിയുടെ സ്വാഭാവിക പ്രതികരണം അതിനെ തെറ്റായി മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു എന്ന മറുവാദവുമുണ്ട്. പൊതുവിൽ ഔദ്യോഗികമായി കേരള കോൺഗ്രസ് വാദിക്കുന്നത് അങ്ങനെയാണ്. പാർട്ടി അണികളുടെ സാമൂഹ്യ മാധ്യമ പ്രതികരണങ്ങളെല്ലാം ഇതൊരു വലിയ ആശയക്കുഴപ്പം ഇപ്പോൾ പ്രകടമായി വരുന്നതുമുണ്ട്. എന്തായാലും വലിയ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്, അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ജോസ് വിഭാഗം രണ്ടില വീണ്ടും രണ്ടാകുമോ എന്ന വലിയ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുള്ള ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്കിതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കാം. ജി ശ്രീജിത്ത് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും സന്നിഗ്ധമായ ഒരു ഘട്ടമാണ്. നമ്മൾ പല പിളർപ്പുകളും ചർച്ചകളും യോജിപ്പുകളും ഐക്യപ്പെടലൊക്കെ പലതും കണ്ടതാണ്. പക്ഷേ ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ പൊടുന്നനെ ഇങ്ങനെയൊരു തർക്കം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ്. ഈ മുന്നണി മാറ്റ വിഷയങ്ങളൊക്കെ ഉള്ളിൽ രൂപപ്പെടുത്തിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ രണ്ടുപേർക്കും രാഷ്ട്രീയം അറിയാത്തവരല്ല ജോസ് കെ മാണിയും ഒപ്പം തന്നെ റോഷി അഗസ്റ്റും. ഒരു നിയമസഭയുടെ പടിവാതിക്കൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറച്ചിൽ വേണ്ടി വന്നത് അത്ര രൂക്ഷമായ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണോ അതോ സ്വാഭാവികമായി സംഭവിച്ചു പോയതുകൊണ്ട്? സ്വാഭാവികമായി രൂപപ്പെട്ടു വന്ന ഭിന്നത എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ട്. സജിത്ത്, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്ന പാർട്ടിക്കുള്ളിൽ നടന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് പോകാൻ നീക്കം നടത്തുന്നു. അത് ജോസ് കെ മാണി ഉൾപ്പെടെ ജോബ് മൈക്കിളെ പോലുള്ള ചില MLA-മാരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇത്തരം നീക്കം നടത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനെ എതിർത്തത് റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ ഡോക്ടർ N ജയരാജും ഇപ്പുറത്ത് പ്രമോദ് നാരായണനുമാണ്. ഈ 3 ഭൂരിപക്ഷ MLA-മാരും എതിർത്തതോടെ ഈ നീക്കം പരാജയപ്പെടുന്നു. അങ്ങനെ ജോസ് കെ മാണിക്ക് ഫലത്തിൽ ഇവിടെ തുടരേണ്ടി വരുന്നു. ഇതിന്റെ ഒരു വലിയ പ്രശ്നം, ഉണ്ടായ ഡാമേജ്, ഇത് ആ ആഴ്ചകളിൽ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നു. ഇടതുമുന്നണിയുടെ തിരുവനന്തപുരത്തെ പരിപാടി, അതിനു മുമ്പുള്ള ഇടതുമുന്നണി യോഗത്തിലൊക്കെ ജോസ് കെ മാണി പങ്കെടുക്കാതിരിക്കുന്നു. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ചർച്ചയായി ഉണ്ടാകുന്നു. ജോസ് കെ മാണി ഏതാണ്ട് മുന്നണി വിടുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ഇതിന് പിന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും ഇതിൽ CPM നടത്തിയ രാഷ്ട്രീയ നീക്കത്തിലൂടെ റോഷിയെയും മറ്റു 3 പേരെയും ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ നീക്കം പാളുന്നു. തൊട്ടു പിന്നാലെയാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രതികരണം, ഫോൺ റെക്കോർഡ് പുറത്തു വരുന്നത്. റോഷിയെ ജയിപ്പിക്കണം എന്ന തരത്തിൽ റോഷിയാണ് ഈ പാർട്ടിയെ മുന്നിൽ നിർത്തിയത്. ഇവിടെ സംഭവിച്ചത് ഇടതുമുന്നണിയിൽ ജോസ് കെ മാണിയുടെ ഒരു വിശ്വാസ്യതാ പ്രശ്നം അവിടെ ഉയർന്നു വരികയാണ് ചെയ്തത്. അത് തുടർന്നാണ് ജോസ് കെ മാണി പകുതി മനസ്സോടെ മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്ന തരത്തിൽ മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് ജോസ് കെ മാണി മുന്നിൽ കാണുന്നത്. പക്ഷേ ആ ഒരു കൺഫ്യൂഷൻ
ജോസ് കെ മാണിയുടെ മുന്നിൽ ഉയർന്നു വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ആ കൺഫ്യൂഷൻ തിരുത്തിക്കൊണ്ടാണ് കോൺഫിഡൻസ് ആണ് ഉണ്ടാകേണ്ടത് എന്ന തരത്തിൽ റോഷി അഗസ്റ്റിൻ ഇന്നലെ അടിമാലിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിക്കുകയും ചെയ്തത്. അതായത് ഫലത്തിൽ അതിന് തൊട്ടു മുമ്പ് നടന്ന രാഷ്ട്രീയ നീക്കവും കേരളം കണ്ടതാണ്. ജോസ് കെ മാണി മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മൈക്ക് പിടിച്ചു വലിച്ച് റോഷി ശക്തമായ നിലപാട് പറയുന്നു. അത് തടുപ്പിക്കാൻ ജോസ് കെ മാണി വീണ്ടും ഇടപെട്ട് റോഷിയുടെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന് പറയുന്നു. അങ്ങനെയല്ല എന്ന് ജോസ് കെ മാണിയെ വീണ്ടും തിരുത്തുന്നു. ജോസ് കെ മാണിയെ ഇത്ര ശക്തമായി അധികാരഭാവത്തോടെ തിരുത്തിയ ഒരു റോഷി അഗസ്റ്റിനെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് പാർട്ടിക്കുള്ളിലെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായി. ഈ ജോസ് കെ മാണി കഴിഞ്ഞ തവണ പാലായിൽ പരാജയപ്പെടുകയും റോഷി അഗസ്റ്റിൻ മന്ത്രിയാകുകയും ചെയ്തതോടെ അധികാര കേന്ദ്രം പോകുമോ, റോഷിയിലേക്ക് പോകുമോ എന്ന ഭയം ജോസ് കെ മാണിക്കുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് സെമി കേഡർ പാർട്ടിയായി രൂപീകരിച്ചുകൊണ്ട് മന്ത്രിയിലേക്ക് പോകേണ്ട അപേക്ഷകളടക്കം പാർട്ടി ചെയർമാനിലൂടെയാണ് പോകേണ്ടത്. ഒരു CPM രീതി ഫലത്തിൽ അവിടെ കൊണ്ടുവരാൻ ജോസ് കെ മാണി ശ്രമിച്ചത്. അത് ഏതാണ്ട് കഴിഞ്ഞ ഒരു 4.5 വർഷക്കാലം ആ രീതിയിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീജിത്ത് പറഞ്ഞു വന്നത് അതാണ്, അതിൻ്റെ രാഷ്ട്രീയമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതിൽ ഈ തർക്കമുണ്ടാവുന്നതിൻ്റെ അടിസ്ഥാനം വീണ്ടും മുന്നണി മാറ്റ ശ്രമങ്ങൾക്ക് നീക്കം നടക്കുന്നുണ്ടോ എന്ന് സംശയമാവാം ഒരുപക്ഷെ റോഷി അഗസ്റ്റിനെ ഇത്ര ശക്തമായൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത്. അതായത് ചെയർമാൻ മത്സരിക്കും, പാലായിൽ തന്നെ മത്സരിക്കും എന്ന് പറയേണ്ടി വരുന്നത്, ഒരുപക്ഷെ ആ മൈക്കൊക്കെ പിടിച്ചു വാങ്ങി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. എന്തായാലും ഈ സാഹചര്യം അങ്ങേറ്റം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ജോസ് കെ മാണി വിഭാഗത്തെ നീക്കുമോ എന്നതാണ്. ഇന്നൊരു പക്ഷേ ജോസ് കെ മാണി നടത്താൻ പോകുന്ന പ്രതികരണം നിർണായകമാണ്. താൻ മുന്നണി മാറ്റ നീക്കം നടത്തി എന്ന തോന്നൽ നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണി നേതൃത്വം ജോസ് കെ മാണിയെ മധ്യ കേരള റാലി അടക്കം നടത്താൻ ഏൽപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ജോസ് കെ മാണി യഥാർത്ഥത്തിൽ മുന്നണിയിൽ തളച്ചിടുന്നു എന്നൊരു നയതന്ത്രമാണ്. അതിൽ റോഷിയുടെ പിന്തുണ കൂടി അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറെ പ്രധാനമാണ് ഈ നീക്കം. അതിൻ്റെ രാഷ്ട്രീയം സ്വാഭാവികമായും ആ തരത്തിൽ കൂടി ചർച്ച ചെയ്യപ്പെടും. നമുക്ക് മുന്നിലേക്ക് ഉയർന്നു വരുന്ന ചോദ്യം ഇങ്ങനെയാണ്. ഒന്ന്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ അസാധാരണമായ പോര് നടക്കുന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ ഈ അസാധാരണമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയിൽ ഇങ്ങനെ ഒരു പോരിന് കളമൊരുങ്ങിയതിൻ്റെ സാഹചര്യം എന്താണ്? ആ സാഹചര്യം തേടുമ്പോഴാണ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ ഉത്തരം നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. കാരണം മുന്നണി മാറ്റ നീക്കങ്ങൾക്ക് ഇനിയും ഒരു സാധ്യത ജോസ് കെ മാണി കാണുന്നുണ്ടെങ്കിൽ അതിന് തടയിടുക എന്നതുകൂടിയാണ് നമുക്ക് ഓർത്തെടുക്കാനാവുന്നത്. മുമ്പ് ഈ ഇടതുമുന്നണിയുടെ ജാഥയും സംബന്ധിച്ച ചോദ്യങ്ങൾ വരുമ്പോൾ തനിക്ക് പൂർണ്ണമായും ജാഥയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലായേക്കാൻ, താൻ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തനിക്ക് പോവേണ്ടതുണ്ട് എന്ന ന്യായങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്താണ് ഈ രാഷ്ട്രീയ സാധ്യത ഉപയോഗിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയാതെ പോകുന്നു? അതുകൊണ്ട് തന്നെ ജോസ് മുന്നിട്ടിറങ്ങി അത്തരമൊരു നിലപാടെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പോൾ ഈ അസാധാരണ പോരിന് പിന്നിലെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടി വരുമ്പോൾ നമുക്ക് മുന്നിലുണ്ടാവുന്ന സാഹചര്യം അതാണ്. മറ്റൊന്ന്, ജോസിനെ പാലായിൽ മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ റോഷി നീക്കം നടത്തുന്നു എന്ന ചോദ്യമാണ്. അതായത് ജോസിനെ പാലായിൽ മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ റോഷി നീക്കം നടത്തുമെന്ന് പറഞ്ഞാൽ KM മാണിയുടെ മണ്ഡലമായ പാല തിരികെ പിടിക്കണമെന്ന കേരള കോൺഗ്രസിൻ്റെ വലിയ ആഗ്രഹമാണ്. സ്വന്തം മകൻ തന്നെ കളത്തിറങ്ങിയിട്ട് കഴിഞ്ഞ തവണ നടന്നില്ല. അപ്പോൾ വീണ്ടും അവിടെ മത്സരത്തിന് സാധ്യത തേടുകയാണ് കേരള കോൺഗ്രസ്. പക്ഷേ ജോസ് കെ മാണിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല അവിടെ മത്സരിച്ചാൽ വിജയിക്കുമെന്ന കാര്യത്തിൽ. പക്ഷേ പാലയിൽ തന്നെ മത്സരിക്കും ജോസ് കെ മാണി എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ UDF കേന്ദ്രങ്ങൾ നടത്തുന്ന ഒരു പ്രചരണം, അല്ലെങ്കിൽ ഈ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് എതിർചേരിയിൽ നിൽക്കുന്നവർ നടത്തുന്ന ഒരു വിമർശനം, റോഷി അഗസ്റ്റിന് ഒരു ബോധപൂർവമായി നീക്കം നടത്തുകയാണ്. ജോസ് കെ മാണിയെ വീണ്ടും പാലയിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. അതാണ് ആ പ്രസ്താവനയെന്ന് പറയുന്നു.